Yes, welcome back to Fashion Week Designs channel. Matam Junction, Kattapana, Grand Central Mall, Muvattupuzha, TMS Central Mall, Perumbavoor, and Mall of Joy, Kottayam. Georgette fabric വന്നിരിക്കുന്ന കളക്ഷൻസ് നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ ജോർജറ്റ് കണ്ടിട്ട് ഇതിൽ വന്നിട്ട് നെക്കിൽ ഹെവി ആയിട്ട് എംബ്രോയിഡറിയും അതിന് മേലെ ഫുള്ളും ഹാൻഡ് വർക്കും ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് പാർട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട പിന്നെ യോക്കിൽ മാത്രമാണ് ആ ഒരു നെക്ക് ലൈന് ചുറ്റുമാണ് വർക്ക് വരുന്നത്. പിന്നെ ദുപ്പട്ടയിലും എംബ്രോയിഡറി വർക്ക്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 5 കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്ന ഒരു ഷെയ്ഡാണ്, അതായത് ഒരു ബർഗണ്ടി ആണ് കളർ ഷെയ്ഡ്. ഡാർക്ക് ബർഗണ്ടി ടോണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേപോലെ വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിന് ചുറ്റും ഇങ്ങനെ ഫ്ലോറൽ എംബ്രോയിഡറി ആണ്, വലുപ്പമുള്ളതും ചെറുതുമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഫ്ലവർ എംബ്രോയിഡറി ചെയ്തിട്ട് അതിന്മേലെ അത് ഫുള്ളും ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. റെയിൻബോ കട്ട് ബീഡ്സ് ആണ് ഇതിൽ ചെയ്തിരുന്നുണ്ടോ ഇതുപോലെ. അത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും എന്ന് അറിഞ്ഞുകൂടാ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലാണ് നെക്കിൽ. അതുപോലെ വരും ഓവറോൾ ലുക്ക്. ദുപ്പട്ടയിൽ വരുമ്പം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ്. എംബ്രോയിഡറി ബോർഡർ ആണ്, ചെറിയ ചെറിയ എംബ്രോയിഡറീസ് ഓൾ ഓവർ ചെയ്തിരിക്കുന്നു. അടുത്ത ഷെയ്ഡ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ടോക്യൂസ് ഷെയ്ഡാണ്. ടോക്യൂസ് ബ്ലൂ ആണ്. ഇതിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരുന്നത്. നല്ലൊരു, അതായത് കുറച്ചൊരു എപ്പോഴും നമുക്കൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണിത്. ബ്ലൂ ആണ് ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇതേപോലെ യോക്കിൽ പീച്ചിൻ്റെയും ഓനിയൻ്റെയും ഒക്കെ കോമ്പിനേഷൻസിലാണ് എംബ്രോയിഡറി വന്നേക്കുക. വരും ഓവറോൾ ലുക്ക്. ഇതുണ്ട്, അതിന് ദുപ്പട്ട നോക്കിയേ. അതായത് ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു പഞ്ച് ഇടയ്ക്കൂടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തും ബാക്കി പോർഷൻ ഇങ്ങനെ ലൈൻസ് പോലെ ഗ്രീൻ ടോണിൽ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നു. ബോത്ത് ബോർഡേഴ്സും ഗ്രീൻ ഷെയ്ഡിൽ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. 2.6 ആണ് ടോപ്പിൻ്റെ ലെങ്ത്. ദുപ്പട്ട 2.4 ആൻഡ് ഇതിൽ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം കളർ സ്റ്റാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ആൻഡ് ലൈനിങ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഫാസ്റ്റ് മൂവിങ് ഗ്രീൻ ആണ്, കുറച്ചൊരു മിന്റ് ഗ്രീൻ പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡിൽ. കോമ്പിനേഷൻസ് സെയിം 3 കോമ്പിനേഷൻസ് ആണ് എംബ്രോയിഡറിയിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് റെയിൻബോ കട്ട് ബീഡ്സ് കൊണ്ട് അതിന് മേലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കും. അതുപോലെ വരും ഓവറോൾ ലുക്ക്. പാറ്റേൺ സെയിം. 1190 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഇങ്ങനെ ഒരു റസ്റ്റ് ഓറഞ്ച് കളർ ഷെയ്ഡ്, അല്ലെങ്കിൽ സിനമൺ ഓറഞ്ച് ഒക്കെ വരുന്ന ഒരു കളർ ഷെയ്ഡ്, നല്ല കളർഫുൾ. ഇതിലെ എല്ലാ കളേഴ്സും വളരെ കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ടാർക്ക് കളർ ഷെയ്ഡ്സ് ആണ്. ഇതിന്റെ ഓവറോൾ ലുക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് കളർ ഷെയ്ഡാണ്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ ഡാർക്ക് ക്രേപ്പ് ഷെയ്ഡിലാണ്. ജോർജറ്റ് ഫാബ്രിക്കിലാണ് ടോപ്പ് ദുപ്പട്ട ആൻഡ് ബോട്ടോ ആൻഡ് ലൈനിങ് കൊടുത്തേക്കുന്നത്. സ്റ്റാൻഡൂൺ ഫാബ്രിക് സെയിം കളർ തന്നെ. ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ വരുമ്പം ഇടയ്ക്കൂടെ ചെറിയുണ്ട്. ഗ്രീൻ ഷെയ്ഡിൽ ചെറിയൊരു ഫ്ലവർ എംബ്രോയിഡറി ദുപ്പട്ടയിൽ ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബോർഡർ എംബ്രോയിഡറി വിത്ത് സ്കലപ്പ് ഫിനിഷ്ഡ് ആണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത്. ടോപ്പിൽ നെക്ക് പോർഷനിലാണ് തിക്കായിട്ട് വൈറ്റ് വർക്ക്, അതിന് മേലെ ഫുള്ളും ഹാൻഡ് വർക്ക് കൊടുത്തേക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. വിത്ത് ബോട്ടം ആൻഡ് ലൈനിങ്. 2.6, അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരു 50-51 ലെങ്ത് കിട്ടും. ഓർ ഇപ്പം നമുക്ക് നെക്കിൽ മാത്രമാണ് വർക്ക് വരുന്നതുകൊണ്ട് എ ലൈൻ ആയിട്ട് നമുക്ക് ഒരു കുർത്തി മോഡലും ഫ്രോക്ക് മോഡലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കളേഴ്സേ ഉള്ളൂ. താങ്ക് യു.